എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ വാഗമൺ യാത്രയുടെ സ്റ്റേക്കേഷൻ ഒന്ന് കാണണ്ടേ? പാഞ്ചാലിമേടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചധികം ലേറ്റ് ആയിരുന്നു. പിന്നെ പാഞ്ചാലിമേടിൽ നിന്ന് 1 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു വാഗമണിൽ ഈ സ്റ്റേക്കേഷനിൽ. ഒരു ഹോം സ്റ്റേ വൈബുള്ള വാഗമൺ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. ആമിക്ക് ഓടിക്കളിക്കാൻ പറ്റിയിട്ടുള്ള വലിയ ബെഡ്റൂമും ലിവിംഗ് റൂമും പിന്നെ ഒരു വലിയ ബാൽക്കണിയും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ആമിക്ക് ഉണ്ടായിരുന്നേ. പിന്നെ ആമിനെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ പ്രോപ്പർട്ടിയുടെ സർവീസൊക്കെ നല്ലതായിരുന്നു. ആദ്യം ഞങ്ങൾക്കൊരു നെഗറ്റീവ് അടിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡിന്നറിനുള്ള ഫുഡ് അവർ ഓൾറെഡി ചോദിച്ച് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ നല്ലോണം കിടന്ന് ഉറങ്ങി. രാവിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി നല്ല കോടയായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ആയിരിക്കുമെന്ന് ഓർത്താൽ പുറത്തോട്ട് ഇറങ്ങിയെങ്കിലും തണുപ്പുണ്ടെങ്കിലും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ടീ പ്ലാന്റേഷൻ്റെ ഇടയിലായിരുന്നു ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും പതിയെ അവിടുന്ന് കാപ്പി കുടിച്ചു. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതും ആമി എഴുന്നേറ്റു. ആമി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ആമിക്ക് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാന്റേഷൻ കാണാൻ ഇറങ്ങി. രാത്രിയിലെ തണുപ്പും കോടയൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു. അവിടെ കുറച്ചു നേരം നടന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ ബൈ ബൈ.